നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി, മാറ്റങ്ങളുണ്ട്, ഒരുപാട് പേരായി പറയുന്നു കേട്ടോ. ധാരാളം മാറ്റം കേട്ടോ. ചെയ്യുന്തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെമ്പരത്തി താളി നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. എല്ലാം നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും കേട്ടോ. വീടുകളിൽ സൗകര്യമില്ല, ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കണമെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ ഒരു കഷ്ണം ചെമ്പരത്തി കൊമ്പ് കൊണ്ട് നട്ട് പിടിപ്പിക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് ഇലകളൊക്കെ കിട്ടും, താളിക്കൊക്കെ കേട്ടോ. പിന്നെ നനഞ്ഞ മുടിയോടുകൂടി രാത്രി കിടക്കാമോ, മുടി ഒഴിച്ചിലുണ്ടാവോ? നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ മുടിയോടുകൂടി നമ്മൾ കിടക്കരുത് കേട്ടോ. അത് മുടി ഉരിപ്പൊക്കെ മാത്രമല്ല, കായൊക്കെ ഉണ്ടാവും അതിൽ കേട്ടോ. മുടി ഊരിപ്പോകും, പിന്നെ ഒരു സ്മെല്ല് വരും, താരം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഉണക്കിയിട്ട് നിങ്ങളൊന്ന് ഉണങ്ങിയിട്ട് വിടർത്തിയിട്ട് കിടന്നോളൂ, കുഴപ്പമില്ല കേട്ടോ. വിടുത്താതെ നിങ്ങൾ കിടക്കാൻ പാടില്ല, ഉണങ്ങാതെ കേട്ടോ. അതുപോലെ ഈറൻമുടി നമ്മൾ കോമ്പിയാനും പാടില്ല കേട്ടോ. ഇതെല്ലാം മുടി കൊച്ചിൽ കാരണമാവും, താരനാവും. എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കിയിട്ട് വേണം നൈറ്റിൽ കിടക്കാൻ കേട്ടോ. പിന്നെ റൊട്ടീനായിട്ട് ഹെയർ പാക്ക് അത് പറഞ്ഞുതരാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാരെ കൂടി വന്നോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. പിന്നെ തലയിൽ കുരുവിൻ്റെ കാര്യം ചോദിച്ചു കേട്ടോ. കുരുവിന് നമുക്ക് അലോവേറ ജെല്ല് വരട്ടാം. ഞാൻ എൻ്റെ തുടക്കത്തിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കുരുക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെമ്പരത്തിയുടെ ഇല അരച്ച് താളിയാക്കിയിട്ട് അത് തലയിൽ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ അതിന് മാറ്റം വരും കേട്ടോ. ഉള്ളു ചൂടാകും തോറും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഉള്ളു തണുക്കാനുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ ചന്ദ്രപ്രഭ ഗുളിക, ചന്ദനാദി ഗുളിക അല്ലെങ്കിൽ ചന്ദനാദി വാങ്ങിച്ച് കഴിക്കാം. അല്ലാത്തവർ ചന്ദ്രപ്രഭ ഗുളിക നല്ലതാട്ടോ, തണുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരം കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തി താളി അടുപ്പിച്ച് 2 ദിവസം തേച്ചോളൂ, അതിൻ്റെ മാറ്റം ഉണ്ടാവും കേട്ടോ. എണ്ണയൊന്നും കൂടുതൽ തേച്ച് പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. പിന്നെ ഫേസ് പാക്ക് കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇട്ട് തരാണ് കേട്ടോ. എല്ലാം അതിൻ്റെതായ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഈ മുടി കൊഴിയണമെന്ന് ഒരുപാട് പേരെ സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ, മുടി കൊഴിച്ചിൽ നിൽക്കുവാണെങ്കിൽ കേട്ടോ. അറിയാത്തവർക്കും ഇതൊരു അറിവായല്ലോ. അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരിലേക്കും ഷെയർ ചെയ്യും കേട്ടോ. അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ മുടി കൊണ്ട് ആരും ദുഃഖിക്കാൻ പാടില്ല. മുടി കൊഴിഞ്ഞു പോകണു, മുടി പ്രശ്നങ്ങൾ, ഡ്രൈനെസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും നമുക്കിവിടെ പരിഹാരമുണ്ട്. എല്ലാത്തിനും ഒരാൾക്ക് പോലും പരിഹാരമില്ലാതെ ഇല്ല കേട്ടോ. എല്ലാ പാക്കും നല്ലതാണ്. ഒരുപാട് താളികളുണ്ട് പരിചയപ്പെടുത്താനായിട്ട്. എല്ലാം വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഒരു താളി പരിചയപ്പെടുത്തി അത് നിങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും കേട്ടോ. കുരുക്കളാണെങ്കിലും പോകും കേട്ടോ. കുരുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, നാളെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചെമ്പരത്തി താളി എടുത്ത് തലയിൽ തേച്ചോളൂ കേട്ടോ. കുരുക്കളൊക്കെ പോകും. എന്നിട്ട് ഒന്ന് മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, താളി തേച്ചിട്ട്. ഒരു കുളിക്കുന്ന സമയത്ത് മതി കേട്ടോ. കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് തലയിൽ ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ആ കുരുവൊക്കെ പോകും കേട്ടോ. നെല്ലിക്കപ്പൊടി ഇടാണെങ്കിൽ കുറച്ചും കൂടി പിടിച്ചിരിക്കും പാക്ക്. ഇനിയിപ്പോൾ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ താളി, ഈ ഹൈബിസ്കസിൻ്റെ താളി മാത്രം മതി കേട്ടോ. അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ നന്നായിരിക്കും കേട്ടോ. തലയിലെ ചൂട് കുറയുമ്പോൾ കുരുക്കളൊക്കെ പോകും. അപ്പൊ ഇന്ന് നമുക്ക് ആ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇടുവാണ് കേട്ടോ അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്പം അലോവേറ ജെല്ലെടുത്തു കേട്ടോ. നമുക്ക് ജെല്ലെടുക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തന്നല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി. പിന്നെ മുൾത്താണി മട്ടി എല്ലാവരും കണ്ടു കാണും. ഇതാണ് കേട്ടോ മുൾത്താണി മട്ടി.
പിന്നെ ഇരട്ടി മധുരം ലൈക്കോറൈസ്, അപ്പം മഞ്ഞൾപ്പൊടി, ഇരട്ടി മധുരം, മുൾത്താനി മട്ടി കേട്ടോ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് ആ അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കാണിച്ചെന്നല്ലോ, മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ അത് തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇത് അലോവേര എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അലോവേര ജെല്ലെടുക്കാം, വെള്ളം പറ്റുന്നതായിട്ട് തോന്നിയാൽ ഒന്ന് ഞെക്കിയാൽ മതി കേട്ടോ. ഞെക്കിയിട്ട് തേച്ച് പിടി, ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തും 5 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാക്ക് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം. മുഖത്ത് കംപ്ലീറ്റ് നെറ്റിയിലും എല്ലിലും തേച്ച്, കഴുത്തിലൊക്കെ തേക്കാം കേട്ടോ. കഴുത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ, വീട്ടിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുക്കാം. എന്നിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്നുകൂടി മസാജ് ചെയ്യാം. ഐസ് ക്യൂബ് ഇല്ലാത്തവർ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ആ തണുത്ത വെള്ളം വെച്ചിട്ട് മുഖം ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുക ഇതിന് ശേഷം കേട്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതോടുകൂടി ഇതിങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും മുഖത്തിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. പാടുകളൊക്കെ മാറും, മുഖത്തിന് നല്ല തെളിച്ചം ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.